എൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കണ്ടേ കണ്ട എൻ്റെ വാർഡ് എങ്ങനത്തെ വാർഡാന്ന് കാണാനൊക്കെ അതിമനോഹരമാണ്. പക്ഷേ ജോലി ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിഭീകരമാണ്. കണ്ടോ, രാവിലെ ഇറങ്ങിയതാണ്. കുറച്ച് വീട് അയാൾ ലെപ്രസിയുടെ സർവേ എന്ന് പറഞ്ഞാൽ കുഷ്ഠരോഗത്തിൻ്റെ സർവേ, അതെടുക്കാൻ ഇറങ്ങിയതാണ്. അപ്പോൾ എൻ്റെ കുറച്ച് ഫീൽഡൊക്കെ നിങ്ങളെയും കാണിച്ചു തരണ്ടേ. ആ ഒരു വീടിൻ്റെ മുറ്റത്ത് അവിടെ ഒരു വീടാണ് ആ കാണുന്ന ചുവന്ന് കാണുന്ന വീടാണ്. ആ വീടിൻ്റെ മുറ്റത്തുള്ള ചെടി പൂത്ത് നിൽക്കുന്നത് കണ്ടോ, നല്ല ഭംഗിയല്ലേ, ഒരു മരം കൂട്ട് നിൽക്കുന്നതാണ്. കണ്ടോ, നല്ല ഭംഗിയാണ്. ഇടുക്കി ഇതിൽ ഏത് സ്ഥലം നോക്കിയാലും നല്ല ഭംഗിയാണ്. പക്ഷെ അവിടെ കയറി പറ്റണമെന്ന് വെച്ചാൽ ഇച്ചിരി ചടങ്ങാം. ഇവിടെ ഒരു വീട് വരാൻ പോകുന്ന ലക്ഷണമാണ്. എൻ്റെ വാർഡ് വീട് കൂടാൻ പോവുകയാണ്. പക്ഷെ പാറയാണ് മുഴുവൻ. അവർ പാറ പൊട്ടിച്ചുകൊണ്ടിരിക്കുക. കാണുന്നതൊക്കെ കണ്ടോ, പാറയാണ്. പാറ പൊട്ടിച്ച് വീടൊക്കെ പണിയാന്ന് പറഞ്ഞാൽ ഇച്ചിരി ടാസ്ക്കാണ്. എന്നാലും അവർ പൊട്ടിച്ച് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഞാനൊന്ന് ചുറ്റി വട്ടം കറങ്ങി കാണിച്ചു തരാം നിങ്ങളെ. മലയും കുന്നുകളും കണ്ടോ. ഇത് ആ കാണുന്ന മലയെന്ന് പറഞ്ഞാൽ കുന്തളം പാറ. ഒരു 5-8 കിലോമീറ്റർ അപ്പുറമുള്ള മലയാണ് ആ കാണുന്നത്. പക്ഷേ ഇവിടെ ഒന്ന് നോക്കിയേ, നമുക്ക് സുന്ദരമായിട്ട് അതൊക്കെ കാണാം. ഇവിടെ നിന്ന് ഞാൻ വട്ടം ഒന്ന് ചുറ്റിക്കറങ്ങി കാണിക്കാം നിങ്ങളെ. കണ്ടോ, ആ നീല കാണുന്ന ഒരു വീടാണ്. അതിൻ്റെ വീടിൻ്റെ മണ്ട ടാങ്ക് വെച്ചേക്കാം. അവിടെ ഒരു 2-3 വീടുണ്ട് കേട്ടോ. കണ്ടോ, തൊട്ട് മണ്ടയിലായിട്ട് വേറൊരു വീട്. കണ്ടോ, ചുറ്റിക്കറങ്ങി ഞാൻ വട്ടം കറങ്ങി വീണ്ടും ആ കാണിച്ച ഇവിടെ നിന്ന് തന്നെ ഒന്ന് ചുറ്റിക്കറങ്ങിയതാണ് കേട്ടോ. വേറെ എങ്ങും പോയതല്ല, ഇവിടെ നിന്ന് തന്നെ ഫോണൊന്ന് ചുറ്റിക്കറക്കിയതാണ്. തൊട്ട് താഴെ കാണുന്നത് വീടാണ്. അത്രയും നമ്മൾ ഇറങ്ങി ചെല്ലണം താഴോട്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് കണ്ടോ, ഇവിടെയാണ് നിൽക്കുന്നത്. ഇവിടുന്ന് അങ്ങനെ ഇറങ്ങി അവിടെ ചെല്ലും. നോക്കുമ്പോൾ അടുത്തായിട്ട് തോന്നും, പക്ഷെ നമുക്ക് കുറേ നടക്കണം ആ വീട്ടിലെത്തണമെങ്കിൽ. എത്ര വേനൽക്കാലത്തും മഴയത്തും ഇവിടുന്ന് പോകാത്തൊരു സാധനമാണ് കേട്ടോ. ആ പൂ കണ്ടോ, ആ മഞ്ഞപ്പൂ നല്ല ഭംഗിയാണ്, നിറഞ്ഞ് പൂത്ത് നിൽക്കുന്നത് കാണാനായിട്ട്. കയ്പങ്കാടാണെന്നേ ഉള്ളൂ. കണ്ടോ, എല്ലായിടത്തും അത് പൂത്ത് നിൽക്കും. അതുപോലെ തന്നെ ഈ കൊങ്ങിണിച്ചെടി കണ്ടോ, ഇതൊക്കെ കിളിപ്പിക്കുന്നതല്ല കേട്ടോ, തന്നെ കിളുത്ത് വന്ന് പൂവുണ്ടായി നിൽക്കുന്നതാണ്. ഇതാണ് ആ കയ്പങ്കാടിൻ്റെ ആ മഞ്ഞപ്പൂ എന്ന് പറഞ്ഞത്. ഇത് പൂ ഉണ്ടാകാൻ തുടങ്ങുന്നേ ഉള്ളൂ. കണ്ടോ, മുട്ട ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ എത്ര കളഞ്ഞാലും കിളുത്ത് വരുന്നതാണ്. ഈ ഹൈ റേഞ്ചിൽ എവിടെ തിരിഞ്ഞാലും എങ്ങോട്ട് പോയാലും ഈ കയ്പങ്കാടിൻ്റെ പൂ അവിടെ കാണും. ഇതുണ്ട്, ഇതൊരു ടാസ്ക്കായി ഇറക്കം കേട്ടോ. എന്നാന്ന് വെച്ചാൽ ഈ ഇതുപോലത്തെ മണൽ, ഇതുപോലത്തെ കല്ല് കണ്ടോ, ചെറിയ കല്ല്, ഇത് തെന്നി ഒരുപാട് പ്രാവശ്യം വീണിട്ടുണ്ട്. അങ്ങനെയാണ് എനിക്ക് നടുവേദന വന്ന് ഞാനൊരു 2 മാസത്തോളം കിടന്നുപോയി. ഡിസ്കിനകത്ത് ഞരമ്പ് കയറുമെന്നൊക്കെ പറഞ്ഞ് പിന്നെ തിരുമ്മിയും ആയുർവേദ മരുന്ന് കഴിച്ചു, അലോപ്പതി കഴിച്ചു. ലാസ്റ്റ് ആയുർവേദം കൊണ്ട് തന്നെയാണ് മാറിയത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള സ്ഥലത്തൂടെ നടക്കാനായിട്ട് പേടിയാണ്. അപ്പോൾ അടുത്ത വീട്ടിലേക്ക് നമ്മൾ പോവുകയാണ്. ഇതുണ്ട്, അടുത്തൊരു വീട്ടിലേക്ക് നമ്മൾ പോവുക കേട്ടോ. ആ വീട്ടിലേക്കുള്ള ചെറിയ വഴിയാണ് ഈ കാണുന്നത്. രസമാണ് കേട്ടോ, ഫീൽഡ് എന്ന് പറഞ്ഞാൽ രസമാണ്, കാണുന്നവർക്ക് രസമാണ്. പക്ഷെ അത് തീർക്കേണ്ടവർക്ക് ടാസ്ക്കാണ്, വലിയൊരു ചടങ്ങുമാണ്. ഇതുണ്ടോ, ഇത് മീൻ വളർത്തുന്ന കുളമാണ്. മൂടിക്കെട്ടിയിട്ടേക്കുവാണ്, വലിയ കുളം. ഇന്നത്തെ മീനുണ്ട്, പിടിച്ചിട്ടില്ല. കണ്ടോ, മീനൊന്നും നമുക്ക് കാണത്തില്ല കേട്ടോ. വലയൊക്കെ ഇട്ട് മൂടിക്കെട്ടി റെഡിയാക്കി ഇട്ടേക്കുവാണ്. ഇപ്പം ഞങ്ങളുടെ ഇവിടെയൊക്കെ പടുതാക്കുളം എന്ന് പറഞ്ഞാൽ ഓരോരുത്തർ അറിയാതെ വീണൊക്കെ മരിക്കുന്നുണ്ട്. ഇന്നലെ നെടുങ്കണ്ട ഭാഗത്ത് ഒരു ചേട്ടൻ പടുതാക്കുളത്തിൽ വീണ് മരിച്ചെന്ന് വാർത്തയിലുണ്ടായിരുന്നു. അതൊക്കെ കൊണ്ടാണ് ഇങ്ങനെ ചുറ്റിനും വലയൊക്കെ കെട്ടി മൂടിക്കെട്ടി ഇട്ടേക്കുന്നത്. കണ്ടോ, പടുതാക്കുളം ഉണ്ടാക്കിയിട്ട് ഒത്തിരി മീൻ വളർത്തുവാണ്. പിടിക്കാറായി കാണും. സിലോപ്പി പോലുള്ള മീനാണ് വളർത്തുന്നത്. കണ്ടോ,
ആ വീട്ടുകാരെയാണ് ഈ സ്ഥലം. കാണുന്ന വീട് കണ്ടോ, അവരാണ് മീൻ വളർത്തുന്നത്. ഈ വഴി കണ്ടോ, ചെറിയ തീർത്തും കുഞ്ഞു വഴിയാണ്. അതിൽ കൂടെ കയറി വേണം. കണ്ടോ, ഇതേ പാറ കയറി നമുക്ക് പോകണം. എൻ്റെ വാടെന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ വാടയുള്ളൂ കേട്ടോ. ഇതല്ലാത്ത വാടേ എനിക്കില്ല. ഇതുപോലത്തെ കയറ്റം ഇറക്കും, കയറ്റം എന്താ, ഈ വഴി മൊത്തം നമ്മൾ കയറി അങ്ങ് മണ്ടയിലെത്തണം. ചില സ്ഥലത്തൊക്കെ എന്ന് വെച്ചാൽ ആൾ പോലും കാണത്തില്ല. ഇവിടെ ഏലക്കാട്ടി പണിക്ക് പോകുന്നവരാണ് കൂടുതലും. അപ്പോൾ അവരൊക്കെ എന്ന് വെച്ചാൽ രാവിലെ അങ്ങ് പോകും. പിന്നെ നമ്മൾ ചില വീട്ടിൽ ചെന്നാൽ ആൾ കാണത്തില്ല. സർവേ എന്ന് പറഞ്ഞാലും അവർക്ക് അവരുടെ പണിക്ക് പോകാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അവരുടെ പണിക്ക് പോകും. കയറ്റമാണ്, അതാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. എല്ലാ ദിവസവും എന്ന് പറഞ്ഞ പോലെ കയറുന്നതാണ്. എന്നാലും കയറുമ്പോൾ പിന്നെയും നമുക്ക് വിഷമം. വെയിലും കൂടി ആയതുകൊണ്ട് ദാഹിക്കുകയും ചെയ്യുന്നുണ്ട്. വെള്ളമൊന്നും എടുത്തില്ല. ഉച്ചയ്ക്ക് മുന്നേ ആയിട്ട് തിരിച്ചു പോകണം. ഹോസ്പിറ്റലിൽ പോകേണ്ടതാണ്. അപ്പം അതുകൊണ്ട് രാവിലെ ഇറങ്ങിയതാണ്. കുറച്ച് വീട് കയറിയിട്ട് പോകാൻ കണ്ട, ആ വഴി നോക്കിയേ, കണ്ട. ആ വഴി ഇനി അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം. ചെന്നിട്ട് കാണിക്കാമെന്ന് പറഞ്ഞാലും ഇതൊക്കെ നിങ്ങളും കൂടെ ഒന്ന് കാണേണ്ടതാണ്. നോക്കിക്കേ, വഴിയാണിത്. ഈ ചവിട്ടി കയറുന്നതെന്ന് വെച്ചാൽ ഇത്തിരി ടാസ്ക്കാണ്. നമ്മളാ കണ്ണ വിറ്റെത്താറായി. ആ വീടാണ് കാണുന്നത്. കണ്ടോ, കുറച്ച് ചെടിയൊക്കെ ഉണ്ട്. അടുത്ത വീടൊക്കെ നമ്മളെത്തി. അപ്പം ആ ചേച്ചീനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. കണ്ടോ, ജോളി ചേച്ചി, ഇവിടെ 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 നമ്മൾ അടുത്ത വീട്ടിലെത്തി. അടുത്ത വീടിൻ്റെ മുറ്റം കണ്ടോ, ഇതുപോലെ കെട്ടി കയറിയേക്കുക. താഴത്ത് കാണുന്ന റോഡ്. നമ്മൾ അടുത്ത വീട്ടിലേക്ക് എത്തുവാണ്. കണ്ടോ, ലീലാമ്മ ചേച്ചി, ഇത് ചാണകമാണോ കൊടുക്കാൻ വെച്ചേക്കുവാണോ? കൊടുത്താണോ? ഇതോ, ഇതുപോലത്തെ പാടൊക്കെ ഉണ്ടോന്ന് അറിയാനായിട്ട് വരുന്ന. കണ്ടോ, പാടുണ്ടോ? കൊച്ചിനുണ്ടോ പാട്? ഇല്ലേ, ഒന്നുമില്ല. ആ, ഒന്നുമില്ലല്ലേ. അവൻ നോക്കി പാടുണ്ടോന്ന്. അടുത്ത വീട്ടിലേക്ക് എത്തുവാണ്. ഇത്ര ഇറങ്ങണം. അപ്പം നമുക്ക് അങ്ങോട്ടൊന്ന് ഇറങ്ങാം. അടുത്ത വീടാണിത്. അടുത്ത വീട്ടിൽ നമ്മളെത്തി. ഇതുപോലത്തെ ഇനി ഞാൻ കയറ്റം കയറി കഴിഞ്ഞു. ഇനി ഇറക്കമാണ് കേട്ടോ. ഒരു കയറ്റത്തിന് ഒരു ഇറക്കം, ഒരു ഇറക്കത്തിനൊരു കയറ്റം. ഇങ്ങനെ നമ്മൾ കേട്ടിട്ടുള്ളതല്ലേ പഴഞ്ചൊല്ല്. ഒരു കയറ്റത്തിനൊരു ഇറക്കമുണ്ട് കേട്ടോ, ഒരു ഇറക്കത്തിനൊരു കയറ്റമുണ്ട് കേട്ടോ എന്ന് നമ്മളോട് പലരും പറഞ്ഞു കേട്ടിട്ടില്ലേ? അത് കറക്റ്റാണ്.
ഞങ്ങളുടെ വാടി വരണം അതറിയണമെങ്കിൽ. ഇത് കണ്ടോ, ആ കാണുന്നത് നല്ല ഭംഗിയാണ്. ഈ വെയിലായതുകൊണ്ട് ഏലത്തോട്ടമാണ് ആ കാണുന്നത്. ആ പച്ച കളർ കണ്ടോ, അവിടെ മുഴുവൻ നെറ്റ് ഇട്ടേക്കുക കണ്ടോ, നല്ല ഭംഗിയാണ്. ഒരു കിലോമീറ്റർ അപ്പുറമുള്ള സ്ഥലമാണ്, പക്ഷേ നമുക്കിവിടെ നിന്നാൽ ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് കാണാം. അവിടെ എത്തണമെങ്കിൽ 1 കിലോമീറ്റർ ചെല്ലണം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ചുറ്റിക്കറിഞ്ഞ് നമുക്ക് വേണം ചെല്ലാനായിട്ട്. കണ്ടോ, നല്ല ഭംഗിയല്ലേ. വെയിൽ വന്ന് കഴിഞ്ഞ പ്രാവശ്യം വെയിലൊക്കെ ഉണങ്ങിപ്പോയതാണ്. അതുകൊണ്ട് ഇവർ വെയിലിൻ്റെ തുടക്കത്തിലെ ഇപ്പോൾ ഭയങ്കര രാവിലെയും രാത്രിയൊക്കെ ഭയങ്കര തണുപ്പാണ്, തുള്ളി വിറയ്ക്കും. പക്ഷേ ഉച്ചയാകുമ്പോൾ ഇതുപോലെ ചൂടും. അപ്പോൾ ഞങ്ങളുടെയൊക്കെ വെള്ളം പെട്ടെന്ന് പറ്റുമെന്നാണ് പറയുന്നത്. എന്താ ഇതുപോലെ ഇറക്കത്തിലേക്ക് വന്നു. അടുത്തൊരു വീട് കയറുവാണ്. അടുത്തൊരു വീട്ടിൽ നമ്മളെത്തി. ബിന്ദു 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 ആളില്ലേ? അയ്യോ, ഇവിടെ ആളില്ല കേട്ടോ, അടച്ച് പൂട്ടിയിട്ടേക്കുവാ. അവിടെ ആളില്ല, അപ്പോൾ നമുക്ക് പോവാം. ഈ ഫീൽഡിൽ വരുമ്പോൾ ആളില്ലാതെ വരുമ്പോൾ വലിയ സങ്കടമാണ്. കാര്യം നമ്മൾ പിന്നെയും കയറണ്ടേ, അതൊരു വലിയ പാടാണ്. ഇനിയപ്പോൾ ഈ വീട്ടിൽ ഇനിയും വരണം. അപ്പോൾ നമുക്ക് അടുത്ത വീട്ടിലേക്ക് നമുക്ക് പോകാം. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ ബായ്. നമുക്ക് ഓരോ പാർട്ടായിട്ട് വീടുകൾ മുഴുവൻ കാണിച്ചു തരാം കേട്ടോ.